children, once again I welcome you to online class. Then now we are going to learn one of the most important topics, a reported speech. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സുകളിലൊന്നായ റിപ്പോർട്ടഡ് സ്പീച്ചാണ്. ഇത് 8ാം ക്ലാസ്സിൽ ഉണ്ട്, 9ാം ക്ലാസ്സിലുമുണ്ട്, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലുമുള്ളതാണ്. അപ്പോൾ ഇത് 2 മാർക്കിനാണ് 9ലും 10ലും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കം ടു ദ പോയിന്റിലേക്ക് വരികയാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണ്? റിപ്പോർട്ടഡ് സ്പീച്ച് മലയാള ഭാഷയിൽ ഇതിനെ വിളിക്കുന്നത് സാക്ഷാൽ സംഭാഷണമെന്നും അന്വാഖ്യാന സംഭാഷണമെന്നുമാണ്. അപ്പോൾ ഇത് നേരിട്ട് പറയുന്നത് ഡയറക്റ്റും പരോക്ഷമായി പറയുന്നത് ഇൻഡയറക്റ്റുമാണ്. ഒരാൾ പറയുന്ന കാര്യത്തിന് കേട്ടിട്ട് മറ്റുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ കേട്ടോണ്ട് നിന്നിട്ട് വേറൊരു വ്യക്തി മറ്റാൾക്കാരോട് പറയുന്നതാണ് റിപ്പോർട്ട് സ്പീച്ച്. We can report what a person says in 2 ways. We can report, നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു. What a person says in 2 ways. ഒരു വ്യക്തി എന്താണോ പറയുന്നത് അതിനെ 2 രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. When we report the actual words of the speaker, സംസാരിക്കുന്ന ആളിൻ്റെ അതേ പദങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതേ പദങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കാൾഡ്, ഇതിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് വിളിക്കുന്നു ഡയറക്റ്റ് സ്പീച്ച്. അതിനെയാണ് സാക്ഷാൽ സംഭാഷണം, ഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. When we report the actual words of the speaker, it is called direct speech or quoted speech. But on the otherwise, എന്നാൽ നേരെ മറിച്ച്, when we report the words of speaker without quotation, സംസാരിക്കുന്ന ആളിൻ്റെ പദങ്ങൾ ഉദ്ധരണി ഇല്ലാതെ പറയുന്നു എങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഓർ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് ഓർ റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അപ്പോൾ ഒരാൾ പറയുന്ന വാചകം ഉദ്ധരണിക്കകത്താണ് വരുന്നതെങ്കിൽ അതിനെ ഡയറക്റ്റ് സ്പീച്ച് എന്നും, ഉദ്ധരണിക്ക് പുറത്ത് ഉള്ള കാര്യമാണ് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ അതർവൈസ് കാൾഡ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നും പറയുന്നു. ഇത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡെഫിനിഷനായിട്ട് എഴുതിയതാണ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്കൊന്നും വരുന്നതല്ല. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്വസ്റ്റ്യൻ്റെ മോഡലിലേക്ക്, ചോദ്യത്തിൻ്റെ മോഡലിലേക്ക് വരികയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മാതൃക ഇതാ ബോർഡിലുണ്ട്, നോക്കുക. ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. റീഡ് ദ ഫോളോയിങ് ഡയലോഗ്സ്. ഈ പറയുന്ന ഡയലോഗ് അല്ലെങ്കിൽ വായിക്കുക. ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോസ്. അതിനെ പിന്തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. രാജു, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? അല്ലെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്യുന്നത്? ഗീത, ഐ ആം റൈറ്റിംഗ് നോട്ട്സ്. ഐ ആം റൈറ്റിംഗ് നോട്ട്സ്. എ, വാട്ട് ഡിഡ് രാജു ആസ്ക്? വാട്ട് ഡിഡ് രാജു ആസ്ക്? ബി, വാട്ട് വാസ് ഗീതാസ് റിപ്ലൈ? ഗീതയുടെ മറുപടി എന്തായിരുന്നു? എന്താണ് രാജു ചോദിച്ചത്? ഗീതയുടെ മറുപടി എന്താ? ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മാതൃക. ഇതിന് പരമാവധി ലഭിക്കുന്ന സ്കോർ 2 ആണ്. ഇതിന് പരമാവധി ലഭിക്കുന്ന സ്കോർ 2 സ്കോറാണ്. അപ്പോൾ നമ്മളിത് പറഞ്ഞത് ഈ മോഡലൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ 8ാം ക്ലാസ്സിൽ ഉണ്ട്, 9ാം ക്ലാസ്സിലുമുണ്ട്, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ നിർബന്ധമാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് നിർബന്ധമാണ്.
അപ്പോൾ 2 മാർക്കിനായിരിക്കും, 2 സ്കോറിനായിരിക്കും ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എന്താണ് 2 മാർക്കാണ് എങ്കിൽ തന്നെയും അത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ഈ പഠിക്കുന്നത് വളരെ ലളിതമായ രീതിയിലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വരികയാണ്. റൂൾ നമ്പർ 1, അതായത് നിയമം 1. നമുക്കറിയാം ഇംഗ്ലീഷിലെ ഫസ്റ്റ് പേഴ്സൺ ഏതൊക്കെയാണ് ഫസ്റ്റ് പേഴ്സൺസ് മീൻസ് ഐ ആൻഡ് വി. അപ്പോൾ ഐയും വിയുമാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ എന്നറിയപ്പെടുന്നത്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഏതാണ്? യുവിനെയാണ് നമ്മൾ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഷീ ഉണ്ട്, ഹീ ഉണ്ട്, ദേ, ഇറ്റ്, രാജൻ, പ്രോപ്പർ നൗൺ രാജൻ, എക്സെട്ര. ഇവയെല്ലാം തന്നെ എന്താണ്? തേർഡ് പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഐ ആൻഡ് വി ആർ നോൺ ആസ് ഫസ്റ്റ് പേഴ്സൺ ഇൻ ഇംഗ്ലീഷ്. യു എന്ന് പറയുന്നത് the word you is second person. Then third person she, he, they, it, Rajan, etc. are known as third persons in English. അപ്പോൾ ഇതിലേക്ക് ഞാൻ വരികയാണ്. ഒന്നാമതായി നമ്മൾ പറയുന്ന കാര്യം, ഒന്നാമത്തെ നിയമം എന്ന് പറയുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഫസ്റ്റ് പേഴ്സണായ ഐ, ഒന്നുകിൽ ഹി അല്ലെങ്കിൽ ഷീ ആയി മാറുന്നു. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഫസ്റ്റ് പേഴ്സൺ ആയ ഐ ഒന്നുകിൽ ഹി അല്ലെങ്കിൽ ഷീ ആയി മാറുന്നു. അത് നോക്കുക, വി വന്നു കഴിഞ്ഞാൽ വി എന്നത് നമ്മൾ ദേ ആക്കി മാറ്റണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് സെഡ് ടു എന്ന് വരികയാണെങ്കിൽ സാധാരണയായി ടോൾഡ് ആക്കി മാറ്റും. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കാര്യം. സെഡ് ടുവിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. തൽക്കാലം ഒരു മാറ്റമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഐ വന്നാൽ ഹിയോ ഷീയോ ആയി മാറുന്നു, വി വന്നാൽ ദേ ആയി മാറുന്നു, സെഡ് ടു വന്നാൽ ടോൾഡ് ആയി മാറുന്നു. ഡയറക്റ്റ് സ്പീച്ച് 2 ഭാഗങ്ങളുണ്ട്. ഡയറക്റ്റ് സ്പീച്ച് ഹാസ് 2 parts, റിപ്പോർട്ടിംഗ് പാർട്ട് ആൻഡ് ദ സ്പീച്ച് പാർട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ്, അപ്പുറത്ത് വന്ന റിപ്പോർട്ടഡ് വെർബ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക, ഫസ്റ്റ് പേഴ്സണായ ഐ ഹിയോ ഷീയോ ആയി മാറുന്നു, വി ദേ ആയി മാറുന്നു, സെഡ് ടു ടോൾഡ് ആയി മാറുന്നു. സെഡ് ടു വന്നാൽ ടോൾഡ് ആയി മാറുന്നു. ഒരു ഉദാഹരണത്തിലേക്ക് നമ്മൾ വരികയാണ്. നോക്കാം. ഇതാ നോക്കി, ഞാൻ സെന്റൻസ് എഴുതുകയാണ്. രാധ said to him, I am going. നമ്മൾ ഈ സെന്റൻസിനെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ 2 ഭാഗങ്ങൾ ഉള്ളതായി മനസ്സിലാക്കാം. എന്താണ് ഈ 2 ഭാഗങ്ങൾ? ഇത്രയും ഭാഗം, അതായത് കൊട്ടേഷന് വെളിയിലുള്ള ഭാഗം, അതുപോലെ തന്നെ കൊട്ടേഷനകത്തുള്ള ഭാഗം, 2 ഭാഗങ്ങളുണ്ട്. കൊട്ടേഷന് ഇത്രയും ഭാഗം, രാധ സെഡ് ടു ഹിം എന്ന് പറയുന്നത് കൊട്ടേഷന് വെളിയിലുള്ള ഭാഗവും, ഐ ആം ഗോയിങ് എന്ന് പറയുന്നത് കൊട്ടേഷൻ അല്ലെങ്കിൽ ഉദ്ധരണിക്കകത്തുള്ള ഭാഗവും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നു. ഇത്രയും ഭാഗത്തെ നമ്മൾ റിപ്പോർട്ടഡ് വെർബ് എന്ന് പറയും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞു, നമ്മൾ ഇതിൻ്റെ ഉത്തരം എഴുതാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്.
അപ്പോൾ രാധയെ ഞാൻ എന്ത് ചെയ്യുന്നു, താഴേക്കെടുത്ത് എഴുതുകയാണ്. രാധ എഴുതി കഴിഞ്ഞു. നമ്മൾ നേരത്തെ പഠിച്ച നിയമം അനുസരിച്ച് സെഡ് ടു വന്നാൽ അത് ടോൾഡാക്കി മാറ്റണം. ടോൾഡ് എഴുതി. സെഡ് ടു വന്നാൽ ടോൾഡ്, പക്ഷേ സെഡ് ടു ടോൾഡ് എന്ന് എഴുതിയിരിക്കുന്നു. ടോൾഡ് ടു എന്ന് എഴുതാനായിട്ട് പാടില്ല. ടോൾഡ് ടു എന്ന് എഴുതാനായിട്ട്, ഇങ്ങനെ എഴുതാനായിട്ട് പാടില്ല. ടോൾഡ് ടു എന്ന് എഴുതാനായിട്ട് പാടില്ല. അപ്പോൾ എന്താണ്, രാധ ടോൾഡ്, സെഡ് ടു ആണ് ടോൾഡായി മാറിയത്. ഹിം എഴുതുന്നു. ഇനി അപ്പോൾ രാധ ടോൾഡ് ഹിം. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, ഏത് ഭാഗത്താണ്, എവിടെയാണോ ഉദ്ധരണി ആരംഭിക്കുന്നത്, എവിടെയാണോ കൊട്ടേഷൻ ആരംഭിക്കുന്നത്, ആ കൊട്ടേഷൻ മാറ്റുമ്പോഴേക്കും അവിടെ നമ്മൾ ദാറ്റ് എഴുതുന്നു. ദാറ്റ് എഴുതി. ദാറ്റ് എവിടെയാണ് എഴുതുന്നത്, എവിടെയാണോ കൊട്ടേഷൻ ആരംഭിക്കുന്നത് ആ സ്ഥാനത്ത് നമ്മൾ ദാറ്റ് എഴുതുന്നു. എഴുതി കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ പഠിക്കേണ്ടത് ഐ. ഐ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഐ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്പീച്ചിൽ ഐ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഹീയായി മാറുന്നു, അല്ലെങ്കിൽ അത് ഷീയായി മാറുന്നു. അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഐ വരുന്നു. ഐ വരികയാണെങ്കിൽ സംസാരിക്കുന്ന ആളിനെ നോക്കുക. സംസാരിക്കുന്ന ആൾ സ്പീക്കർ നോക്കുക. രാധ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നമ്മൾ അവിടെ ഷീ ആണ് എഴുതുന്നത്. ഷീ എഴുതി. അപ്പോൾ രാധ എന്ന സ്ഥലത്ത് രാധ എന്ന വാക്കിന് പകരം ഒരു ആൺകുട്ടിയുടെ പേരായിരുന്നു എങ്കിൽ ഈ ഐ എന്നുള്ളത് ഹി ആയി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാധ ടോൾഡ് ഹിം ദാറ്റ്. അപ്പോൾ ടോൾഡ് മാറി, ദാറ്റ് ചേർത്തു, ഷീ എഴുതി. അടുത്ത ആം എന്നുള്ളത് വാസായി മാറുന്നു. അടുത്തെന്താണ്, ഗോയി. ഈ വാസിൻ്റെ മാറ്റത്തെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത നിയമത്തിൽ പറയുന്നത്. അപ്പോൾ നോക്കുക, ഈ എന്തുകൊണ്ട് ടോൾഡ് വന്നു, എന്തുകൊണ്ട് നമ്മൾ ദാറ്റ് ഉപയോഗിച്ചു, എന്തുകൊണ്ട് നമ്മൾ ഷീ ഉപയോഗിച്ചു, ഇത്രയും കാര്യങ്ങളാണ്. ഈ വാസിൻ്റെ കാര്യം അവിടെ കിടക്കട്ടെ. അപ്പോൾ എന്താ പറയുന്നു, സെഡ് ടു വന്നാൽ ടോൾഡായി മാറുന്നു. എവിടെയാണോ കൊട്ടേഷൻ ആരംഭിക്കുന്നത്, കൊട്ടേഷൻ തുടങ്ങുന്നത്, ആ കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ദാറ്റ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിച്ചു, കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചു. എന്നിട്ട് ഐ എന്തായി മാറി, ഷീ ആയി മാറി. ഞാൻ പറഞ്ഞു, ഐ വരികയോ, ഐ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്പീച്ചിൽ ഐ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഹി അല്ലെങ്കിൽ ഷീ ആയി മാറും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് ഒന്നാമത്തെ ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് വരികയാണ്. ദ സ്റ്റുഡൻസ് said to the teacher. The students said to teacher, comma, quotation, we are reading. അപ്പോൾ ഇതിലും രണ്ട് ഭാഗങ്ങളുണ്ട്. കൊട്ടേഷന് വെളിയിലുള്ള ഭാഗം, കൊട്ടേഷനകത്തുള്ള ഭാഗം. അത് നമ്മൾ മുകളിൽ എഴുതിയതുപോലെ തന്നെ ഇതിൻ്റെയും ഉത്തരം എഴുതാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദ സ്റ്റുഡൻസ് എഴുതി. ദ സ്റ്റുഡൻസ് എഴുതി. ഞാൻ പറഞ്ഞല്ലോ, സെഡ് ടു എന്നുള്ളത് ടോൾഡായി മാറി. ടോൾഡ് ടു എന്ന് എഴുതാൻ പാടില്ല. അടുത്ത ലിസണർ ആരാ, ദ ടീച്ചർ. എഴുതി. അപ്പോൾ എന്ത് ചെയ്യുന്നു, കൊട്ടേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കൊട്ടേഷൻ അവിടെ ആരംഭിച്ചിരിക്കുന്നതുകൊണ്ട് കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ദാറ്റ് എഴുതി കഴിഞ്ഞു. പിന്നെ നോക്കിയേ, വി ആണ് വന്നിരിക്കുന്നത്. വി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച നിയമം അനുസരിച്ച് വി വന്നാൽ അതിനെ നമ്മൾ എന്താക്കണം, ദേ ആക്കുന്നു. ചെറിയ അക്ഷരമാണ് എഴുതുക, ദേ എഴുതി. അടുത്ത് ആറ് എന്നുള്ളത് വേറായി മാറുന്നു. അത് അടുത്ത നിയമത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. ദേ വേർ എന്താണ്, റീഡിങ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വേറിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ എന്തുകൊണ്ട് ടോൾഡ് എഴുതി, എന്തുകൊണ്ട് ദാറ്റ് എഴുതി, എന്തുകൊണ്ട് വി ദേ ആയി മാറി, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സെഡ് ടു വരികയാണെങ്കിൽ അത് ടോൾഡായി മാറുന്നു. എവിടെയാണോ കൊട്ടേഷൻ ആരംഭിക്കുന്നത്, കൊട്ടേഷൻ മാറ്റാൻ റിപ്പോർട്ടർ സ്പീച്ചിൽ ആ കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ദാറ്റ് ഉപയോഗിച്ചു. എന്നിട്ട് ഫസ്റ്റ് പേഴ്സണായ വി വന്നു കഴിഞ്ഞാൽ അത് ദേ ആക്കി മാറ്റണം.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ വേറിൻ്റെ കാര്യവും ഇവിടെ വാസിൻ്റെ കാര്യവും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് മാറ്റിയാണ്. അപ്പോൾ ഒന്നാമത്തെ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഐ വന്നാൽ ഹിയോ ഷിയോ ആയി മാറുന്നു. വി വന്നാൽ ദേ ആയി മാറുന്നു. സെഡ് ടു വന്നാൽ എന്തായി മാറുന്നു? ടോൾഡ് ആയി മാറുന്നു. സെഡ് ടു വന്നാൽ ടോൾഡ് ആയി മാറുന്നു എന്നുള്ളതാണ്. അടുത്തത് റൂൾ നമ്പർ 2. റൂൾ നമ്പർ 2 രണ്ടാമത്തെ നിയമത്തിലേക്ക് വരികയാണ്. നമ്മളൊന്ന് നോക്കി ഇതില്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ ഡു ഫോം ഓഫ് ദി വെർബ്, ഡസ് ഫോം ഓഫ് ദി വെർബ്, ഡു ഫോം ഓഫ് ദി വെർബ് ഉണ്ട്, ഡസ് ഫോം ഓഫ് ദി വെർബ് ഉണ്ട്. ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച് ഡു ഫോം ഓഫ് ദി വെർബ് ഓർ ഡസ് ഫോം ഓഫ് ദി വെർബ് ബിക്കംസ് ഡിഡ് ഫോം ആയി മാറുന്നു. ഡു രൂപം വരികയോ ഡസ് രൂപം വരികയോ ചെയ്താൽ അത് ഡിഡ് രൂപമായി മാറുന്നു. എന്താണ് ഡു രൂപം, എന്താണ് ഡസ് രൂപം, എന്താണ് ഡിഡ് രൂപം? ഒരു ചെറിയ ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ നമുക്കത് വ്യക്തമാക്കാം. ഞാൻ 2-3 ക്രിയകൾ എഴുതുകയാണ്. വാണ്ട്സ്, വാണ്ടഡ്. നമ്മൾ നോക്കിയേ, ഒരു ക്രിയയുടെ അവസാനം എസ്സിലോ ഇഎസ്സിലോ അവസാനിക്കുകയാണെങ്കിൽ അത് ഡസ് രൂപമായിരിക്കും. ഒരു ക്രിയയുടെ അവസാനം എസ്സിലോ ഇഎസ്സിലോ അവസാനിക്കുകയാണെങ്കിൽ അത് ഡസ് രൂപമായിരിക്കും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് പ്രസന്റ് ടെൻസാണ്. ഒരു ക്രിയയുടെ അവസാനം എസ്സിലോ ഇഎസ്സിലോ അവസാനിക്കുകയാണെങ്കിൽ അത് ഡസ് രൂപമായിരിക്കും. ഒരു ക്രിയയുടെ അവസാനം എസ്സോ ഇഎസ്സോ ഇല്ലാതെ വരികയും പ്രസന്റ് ടെൻസ് ആയിരിക്കുകയും ചെയ്താൽ അത് ഡു രൂപമായിരിക്കും. ഞാൻ എന്താ പറഞ്ഞേ? ഒരു ക്രിയയുടെ അവസാനം എസ്സിലോ ഇഎസ്സിലോ അവസാനിക്കുകയാണെങ്കിൽ അത് പ്രസന്റ് ടെൻസ് ആണ്, അത് ഡസ് രൂപമാണ്, അത് ഏകവചനവുമാണ്. അതുപോലെ തന്നെ ഒരു ക്രിയയുടെ അവസാനം എസ്സിലും എസും ഇഎസും ഇല്ലാതെ വരികയും അത് പ്രസന്റ് ടെൻസ് ആയിരിക്കുകയും ചെയ്താൽ അത് ഡു രൂപമാണ്. ഇത് ബഹുവചനമാണ്. ഇതാ നോക്കിയേ, ഒരു ക്രിയയുടെ തന്നിരിക്കുന്ന ക്രിയ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അത് ഡിഡ് രൂപമായിരിക്കും. പാസ്റ്റ് ടെൻസിൽ 80% വാക്കുകളുടെ അവസാനവും ഇഡിയിൽ അവസാനിക്കുന്നു. അതിൽ സ്ട്രോങ് വർക്ക്സ് ഉണ്ട്, വീക്ക് വർക്ക്സ് ഉണ്ട്. അതിലേക്ക് ഞാൻ വരുന്നില്ല. അപ്പോൾ ക്രിയയുടെ അവസാനം എസ്സോ ഇഎസ്സോ വന്നാൽ അത് ഡസ് രൂപമായിരിക്കും. ക്രിയയുടെ അവസാനം എസ്സും ഇഎസും ഇല്ലാതെ വരികയും അത് പ്രസന്റ് ടെൻസ് ആയിരിക്കുകയും ചെയ്താൽ ഡു രൂപമായിരിക്കും. തന്നിരിക്കുന്ന ക്രിയ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അത് ഡിഡ് രൂപമായിരിക്കും. ഡിഡ് രൂപത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സിംഗുലറായും പ്ലൂറലായും ഉപയോഗിക്കുന്നു. അതായത് ഏകവചനമായും ബഹുവചനമായും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വേറൊരു ഉദാഹരണം കൂടി പറയാണ്. രണ്ടാമത്തത് ഗോസ്. അടുത്തെന്താണ്? ഗോ. അടുത്ത ഗോയുടെ പാസ്റ്റ് ടെൻസ് വെന്റ്. നോക്കി, അപ്പോ വാണ്ട്സിന്റെ കാര്യം പറഞ്ഞു, വാണ്ടിന്റെ കാര്യം പറഞ്ഞു, വാണ്ടിന്റെ കാര്യം പറഞ്ഞു. ഗോസ് അതെന്താ വരിക? അപ്പോൾ ഇഎസ്സിൽ അവസാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഏതാണ്? ഡസ് രൂപം. ഇത് ഗോ എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്, അതുകൊണ്ട് എന്താണ്? ഡു. അത് എസ് ഇഎസും ഇല്ല. അപ്പോ ഗോസിന്റെ അവസാനം ഇഎസ്സിൽ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഡസ് ആണ്. ഗോയുടെ അവസാനം എന്താണ്? ഗോ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്, ഇഎസും എസ്സോ ഇഎസ്സോ ഇല്ല, അതുകൊണ്ട് ഡു ആണ്. ഇത് ഗോസിന്റെയും ഗോയുടെയും പാസ്റ്റ് ടെൻസ് ആണ്. ഏത്? വെന്റ്. അതുകൊണ്ട് ഡിഡ് രൂപമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സംക്ഷിപ്ത രൂപത്തിൽ പഠിച്ചത് ക്രിയയുടെ അവസാനം എസ്സിലോ ഇഎസ്സിലോ അവസാനിക്കുകയാണെങ്കിൽ അത് ഡസ് രൂപമാണ്.
അത് പ്രസന്റ് ടെൻസുമാണ്. ക്രിയയുടെ അവസാനം എസും ഇഎസും ഇല്ലാതെ വരികയും അത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അത് ഡു രൂപമായിരിക്കും. തന്നിരിക്കുന്ന ക്രിയ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അത് ഡിഡ് രൂപമായിരിക്കും. 80% പാസ്റ്റ് ടെൻസിന്റെ അവസാനം എന്ത് കാണും? ഇഡിയിൽ അവസാനിക്കുന്നു. അതനുസരിച്ച് അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിൽ ഡു രൂപം വരികയോ ഡസ് രൂപം വരികയോ ചെയ്താൽ അത് ഡിഡ് രൂപമായി മാറുന്നു. ഡു രൂപം വരികയോ ഡസ് രൂപം വരികയോ ചെയ്താൽ അത് ഡിഡ് രൂപമായി മാറുന്നു. നമ്മൾ പഠിക്കുന്ന നിയമം എന്താണ്? ഇത് പറയുന്നത് പ്രസന്റ് സിമ്പിൾ എന്തായി മാറുന്നു? പാസ്റ്റ് സിമ്പിളായി മാറുന്നു. അതായത് പ്രസന്റ് സിമ്പിൾ പാസ്റ്റ്. ഇൻ റിപ്പോർട്ടർ സ്പീച്ച് പ്രസന്റ് സിമ്പിൾ ടെൻസ് ഈസ് ചേഞ്ച്ഡ് ഇൻടു പാസ്റ്റ് സിമ്പിൾ ടെൻസ്. അതിനേക്കാൾ നമുക്ക് എളുപ്പമാണ്. ഇൻ റിപ്പോർട്ടർ സ്പീച്ച് ഡു ഓർ ഡസ് ഫോം ഓഫ് ദി വെർബ് becomes did form. Do or does form of the verb becomes did form. Do or does form of the verb becomes did form. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതിൽ ഉദാഹരണത്തിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ ഉദാഹരണത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഡു രൂപം ഡസ് രൂപം വന്നാൽ എന്തായി മാറുന്നു? അത് ഡിഡ് രൂപം. ഉദാഹരണം എഴുതുകയാണ്. ഒരു ഉദാഹരണം ഞാൻ എഴുതുകയാണ്. നോക്കാം. ഇതാ നോക്കിയേ. സീത said to Rama, I want a book. നമ്മൾ നോക്കിയേ, ഇതിലും രണ്ട് ഭാഗങ്ങളുണ്ട്. അതായത് കൊട്ടേഷന് വെളിയിലുള്ള ഭാഗം, കൊട്ടേഷനകത്തുള്ള ഭാഗം. അപ്പോൾ കൊട്ടേഷന് വെളിയിലുള്ള ഭാഗം said to എന്നുള്ളത് റിപ്പോർട്ടിംഗ് വെർബാണ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി. A direct sentence has two parts. One is a reporting part and the other is the speech part. അപ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞ റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ് അറിയപ്പെടുന്നത്. റിപ്പോർട്ടിംഗ് വെർബ്. ഈ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മാത്രമേ ഈ മാറ്റം സംഭവിക്കുന്നുള്ളൂ. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മാത്രമേ ഈ മുകളിൽ പറഞ്ഞ നിയമത്തിൽ അങ്ങനെ ഉണ്ടാകുന്നുള്ളൂ. ഈ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഉദാഹരണം സെയ്സ് എന്ന് വരികയോ, സെയ്സ് എന്ന് വന്നാൽ ഇവിടെ ടെൻസിന് മാറ്റം സംഭവിക്കുന്നില്ല. മനസ്സിലാക്കണം. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിലാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. ഈ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് അല്ല, അതിന് പകരം പ്രസന്റ് ടെൻസ് വരികയോ ഫ്യൂച്ചർ ടെൻസ് വരികയോ ചെയ്താൽ, പ്രസന്റ് ടെൻസ് വരികയോ ഫ്യൂച്ചർ ടെൻസ് വരികയോ ചെയ്താൽ ഇവിടെ ടെൻസിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇവിടെ ടെൻസിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ മെത്തേഡിലാണ്, റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എഴുതാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ സീതയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ സീത എഴുതിയിരിക്കുകയാണ്. സീത എഴുതി. സെഡ് ടു നമ്മൾ നേരത്തെ പഠിച്ച നിയമം അനുസരിച്ച്, സെഡ് ടു എന്ന് പറയുന്നത് നേരത്തെ പഠിച്ച നിയമം അനുസരിച്ച് സെഡ് ടു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോൾഡ് ആക്കി എഴുതി. ടോൾഡ് ടു എന്ന് എഴുതാൻ പാടില്ല. അടുത്ത ലിസണർ ഉണ്ട് രാമ എന്ന് പറയുന്നത്, രാമയെ എന്ത് ചെയ്തു? നമ്മൾ താഴെ എഴുതി. അപ്പോൾ സീത ടോൾഡ് രാമ. എന്നിട്ട് നമ്മൾ പഠിച്ചത് എന്താ? കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ദാറ്റ് ഉപയോഗിച്ചു. ഇനി അടുത്ത് വന്നു നമ്മൾ പഠിച്ചതാണ് ഐ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഷീ ആയി മാറുന്നു. ഇവിടെ സംസാരിച്ച ആള് സീത എന്ന ആയതുകൊണ്ട് ജെൻഡർ ഫീമെയിൽ ജെൻഡറാണ്, അതായത് സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗമായതുകൊണ്ട് ഐ എന്ന് പറയുന്ന പദം ഷീ ആയി മാറും. ഓക്കെ, ഇതിലൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൊട്ടേഷനകത്ത് സബ്ജക്റ്റിനോട് ചേർന്ന് വരുന്ന പദം നമ്മൾ നിരീക്ഷിക്കണം. കൊട്ടേഷനകത്ത് ഈ സബ്ജക്റ്റിനോട് ചേർന്ന് വരുന്ന പദത്തിനെ നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ വാണ്ട് എന്ന് പറയുന്നത്, നമുക്ക് വാണ്ട്
വാണ്ട് എന്ന് പറയുന്നത് ഡു-രൂപമാണ്. അത് വാണ്ട്സ് എന്നായിരുന്നു എങ്കിൽ അത് ഡസ് രൂപമായി മാറുന്നു. നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് ഡു-രൂപം വരികയോ ഡസ് രൂപം വരികയോ ചെയ്താൽ റിപ്പോർട്ടർ സ്പീച്ചിൽ അത് ഡിഡ് രൂപമായി മാറുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുക, വാണ്ട് എന്നുള്ളത് ഡു-രൂപമാണ്. എങ്ങനെയാ ഡു-രൂപമായത്? എസ്ഒ ഇ എസ്ഒ ഇല്ല. എസ്ഒ ഇ എസ്ഒ വന്നാൽ ഡസ് രൂപമായി മാറും. ഇഡിയിൽ അവസാനിച്ചിരുന്നു എങ്കിൽ അത് ഡിഡ് രൂപമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? വാണ്ട് ഡു-രൂപമാണ്. അപ്പോൾ വാണ്ട് ഡു-രൂപം വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ടർ സ്പീച്ചിൽ അത് ഡിഡ് രൂപമായി മാറുന്നു. അത് എവിടെയാ മാറുക? സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പദത്തിനാണ് മാറ്റം. അപ്പോൾ വാണ്ട് എന്നുള്ളത് ഡു-രൂപമായതുകൊണ്ട് അത് ഡിഡ് രൂപമായി. അപ്പോൾ എന്തായി മാറി? വാണ്ടഡ് ആയി മാറി. വാണ്ടഡ്. ഷീ വാണ്ടഡ് എ ബുക്ക്. ഉത്തരമായി കഴിഞ്ഞു. ഷീ വാണ്ടഡ് എ ബുക്ക്. നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മൾ പഠിച്ചത് ഇൻ റിപ്പോർട്ടർ സ്പീച്ച് പ്രസന്റ് സിമ്പിൾ ഈസ് ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ് സിമ്പിൾ. അത് ഏറ്റവും ലളിതമായ രീതിയിൽ പറഞ്ഞതാണ്. ഡു ഫോം ഓഫ് ദി വെർബ് ഓർ ഡസ് ഫോം ഓഫ് ദി വെർബ് ബിക്കംസ് ഡിഡ് ഫോം. ഡു ഓർ ഡസ് ഫോം ഓഫ് ദി വെർബ് ബിക്കംസ് ഡിഡ് ഫോം. ഡു രൂപം വരികയോ ഡസ് രൂപം വരികയോ ചെയ്താൽ അത് ഡിഡ് രൂപമായി മാറുന്നു. അപ്പോൾ എന്തായി മാറി? നോക്കി. സീത told Rama that she wanted a book. She wanted a book എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ഒന്നുകൂടി എഴുതുകയാണ് നമ്മൾ. വേറെ ഒരു ഉദാഹരണം കൂടി ഞാൻ എഴുതുകയാണ്. നോക്കി. He said it to her. I go to school. ഓക്കെ, ഐ ഗോട്ട് സ്കൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഹീക്ക് യാതൊരു മാറ്റവുമില്ല. സെഡ് ടു എന്നുള്ളത് ടോൾഡായി മാറുന്നു. ഹെറിനെ എന്ത് ചെയ്തു? താഴെ ഇറക്കി. അപ്പോൾ ഈ കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു ദാറ്റ്. നിങ്ങൾക്കറിയാവുന്നു, നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ്. ഇതാ നോക്കിയേ, ഈ ഐക്ക് മാറ്റം വരണം. ഐ വന്നാൽ നിയമാനുസരണം നമ്മൾ പഠിച്ചതനുസരിച്ച് ഒന്നുകിൽ ഹി അല്ലെങ്കിൽ ഷീ ആയി മാറുന്നു. അപ്പോൾ ഇവിടെ ഐ വന്നത് കൊണ്ട് സ്പീക്കറെ നോക്കി, അല്ലെങ്കിൽ സംസാരിക്കുന്ന ആള് ഹി ആണ്. ഹി എന്ന് പറയുമ്പോൾ മസ്കുലിൻ ജെൻഡറാണ്, അതായത് പുല്ലിംഗമാണ്, ആണായതുകൊണ്ട് ഐ എന്നുള്ളത് ഹി ആയി മാറുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പദത്തിന് മാറ്റം സംഭവിക്കുന്നു, വെർബിന് മാറ്റം സംഭവിക്കുന്നു. ഈ സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഈ വാക്കിനാണ് മാറ്റം സംഭവിക്കുക. ഗോ എന്നുള്ളത് ഡൂരൂപമാണ്. ഡൂരൂപം വന്നാൽ റിപ്പോർട്ടർ സ്പീച്ച് എന്താവണം? ഡിഡ് രൂപമാവണം. ഡിഡ് രൂപം എന്ത് ചെയ്യണം? ഇതിന്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ എഴുതണം, ഇല്ലേ? അപ്പോൾ ഗോയുടെ ഡിഡ് രൂപം എന്താണ്? വെന്റ്. കണ്ടല്ലോ, ഡിഡ് രൂപം എന്ന് വെച്ചാൽ ഏതാണ്? V2 രൂപമാണ്. V2, അതായത് ഡിഡ് ഫോം ദി വെർബാണ്. അപ്പോൾ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഗോയുടെ പാസ്റ്റ് ടെൻസ് വെന്റ്. അടുത്താണ് ടു സ്കൂൾ. അതിന്റെ ഉത്തരവുമായി. അപ്പോൾ വെന്റായി, ഹീയായി, ദാറ്റായി, ടോൾഡായി. 1, 2, 3, 4 മാറ്റങ്ങൾ ഇത് വന്നിരിക്കുന്നു. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഡൂരൂപം വരികയോ ഡസ് രൂപം റിപ്പോർട്ടർ സ്പീച്ചിൽ ഡൂരൂപം വരികയോ ഡസ് രൂപം വരികയോ ചെയ്താൽ അത് ഡിഡ് രൂപമായി മാറുന്നു. അടുത്ത മൂന്നാമത്തെ നിയമത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോക്കാം. മൂന്നാമത്തെ നിയമം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, റൂൾ നമ്പർ 3. വളരെ ലളിതമാണ്. റൂൾ നമ്പർ 3 വന്നിട്ട് നമുക്കറിയാലോ, ഈസ് വരികയോ ആമു വരികയോ ആറ് വരികയോ ചെയ്താൽ അതിനെ നമ്മൾ വാസോ വേറോ ആക്കി മാറ്റണം. ഇതാണ് അടുത്ത നിയമം. അപ്പോൾ ഈസ് വരികയോ ആമു വരികയോ ആറ് വരികയോ ചെയ്താൽ അതിനെ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വാസോ വേറോ ആയി മാറുന്നു. That means in reporter speech
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് ചേഞ്ച്ഡ് ഇൻടു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് tense, that means present continuous is changed into past continuous. Present continuous is changed into past continuous. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് നോക്കി പഠിക്കുന്നതാണ്. ഈസ് വരികയോ ആമു വരികയോ ആറ് വരികയോ ചെയ്താൽ അതിനെ നമ്മൾ വാസോ വേറോ ആക്കണം. അപ്പോൾ ഇതില് ഈസ് ആമ സിംഗുലർ അല്ലെങ്കിൽ ഈസ് സിംഗുലർ ആണ്. ഈസ് ഏതാണ്? സിംഗുലർ ആണ്. ആമ എന്താണ്? അയ്യോട് ചേർന്ന് ഉപയോഗിക്കും. ഐ എന്ന സബ്ജക്റ്റിനോട് അല്ലെങ്കിൽ അയ്യോട് ചേർന്ന് ഉപയോഗിക്കുന്നു. അപ്പോ ആറ് എന്നൊന്ന പ്ലൂറലാണ്. പ്ലൂറൽ മീൻസ് എന്താണ്? ഈസ് സിംഗുലർ ആണ്, ആറ് പ്ലൂറലാണ്, ആമ നമ്മൾ അയ്യോട് ചേർന്ന് ഉപയോഗിക്കുക. അതേസമയം എന്താണോ? വാസ് സിംഗുലർ ആണ്. വാസ് സിംഗുലർ ആണ്. വേർ എന്താണ്? പ്ലൂറൽ ആണ്. വേറെ എന്താണ്? പ്ലൂറലാണ്. വേറെ എന്ത് ചെയ്യുന്നു? പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഈസ് സിംഗുലർ, വാസ് സിംഗുലർ, ആമ അയ്യോട് ചേർന്ന് വരുന്നു, വേറെ പ്ലൂറലാണ്, ബഹുവചനമാണ്, ആറും ബഹുവചനമാണ്. ഓക്കെ, ഞാനിത് എറൈസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ നോക്കി ഉദാഹരണത്തിലേക്ക് വരികയാണ്. മധു said it to Radha, I am reading. I am reading. I am reading. പറയാണ്. I am reading. നേരത്തെ പോലെ തന്നെ ആ നിയമങ്ങളെല്ലാം ഇതിൽ ബാധകമാണ്. മധുവിന് യാതൊരു മാറ്റവും ഇല്ല. മധു താഴെ എഴുതി. മധു താഴെ എഴുതി. സെഡ് ടു എന്തായി മാറി? ടോൾഡായി മാറി. രാധ എന്നുള്ള താഴെ ഇറക്കി എഴുതുന്നു. രാധ ലിസണറാണ്. രാധ എഴുതി. കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു? ദാറ്റ് ഉപയോഗിച്ചു. ഈ ഐക്ക് നമ്മൾ മാറ്റം വരും. ഐ എന്താണ്? മധു ആയതുകൊണ്ട് നമ്മൾ എന്താണ് അവിടെ ഹീ എഴുതി. കൊച്ചക്ഷരമാണ് എഴുതുക. ഇതാ നോക്കിയേ, ആം വന്നിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന വാക്കിനായിരിക്കും മാറ്റം സംഭവിക്കുക. അപ്പോൾ സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന വാക്കിന് മാറ്റം വന്നാൽ ഇപ്പുറത്ത് മാറ്റം സംഭവിക്കുന്നതല്ല. അപ്പോൾ ആം വന്നാൽ എന്തായി മാറും? ഈസ് വരികയോ ആമു വരികയോ ആറ് വരികയോ ചെയ്താൽ അത് ഒന്നുകിൽ വാസോ അല്ലെങ്കിൽ വേറോ ആയി മാറുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വെക്കുമ്പോഴേക്കും നോക്കുക. അപ്പോൾ ആം വന്നിരിക്കുന്നു. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട്, ഹി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട്, ഹി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വാസാണ്. ഹി വാസ്. വേറെ ഒന്നും മാറ്റാനില്ല. ഹി വാസ് എന്തായിരുന്നു? റീഡിങ്. ഹി വാസ് റീഡിങ്. മനസ്സിലായിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ ഹി വാസ് റീഡിങ് എന്ന് എഴുതുകയാണ്. ഇത് ഒരു ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് വരികയാണ്. The teacher said it to them, said it to us. നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞേ? We are going to play. We are going to play. ഇതിൽ നമ്മൾ നോക്കി രണ്ട് ഭാഗങ്ങളുണ്ട്. കൊട്ടേഷന് വെളിയിലുള്ള ഭാഗം, കൊട്ടേഷനകത്തുള്ള ഭാഗം. അപ്പോൾ നമ്മൾ എഴുതുമ്പോഴേക്കും നമ്മൾ എഴുതും ദ ടീച്ചർ എഴുതി. സെഡ് ടു എന്താവും? ടോൾഡ്. യെസ്, അതുപോലെ എഴുതി ടോൾഡസ്. ഈ കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ദാറ്റ് ഉപയോഗിച്ചു. അടുത്ത വി എന്തായി മാറും? ദേ ആയി മാറുന്നു. വി വന്ന് നമ്മൾ ദേ ആക്കുന്നു. അപ്പോൾ വി ബഹുവചനമാണ്, അതുകൊണ്ട് ആറ് വന്നു. ആറ് വന്നാൽ എന്താവണം? ദേ എന്ന് പറയുന്നത് ബഹുവചനമായതുകൊണ്ട് അതിൻ്റെ എന്ത് ചെയ്യുന്നു? വേറെ എഴുതി. വേറെ അതെന്താണ്? ഗോയിങ് ടു പ്ലേ.
അപ്പോൾ ടീച്ചർ ടോൾഡ് us that they were going to play. The teacher told us that നമ്മളോട് പറഞ്ഞു എന്താണ് അവർ കളിക്കാൻ പോവുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ ടോൾഡ് ദാറ്റ്, അപ്പോൾ എന്താണ് എന്തുകൊണ്ട് ടോൾഡ് എഴുതി, എന്തുകൊണ്ടാണ് ദാറ്റ് എഴുതിയത്, എന്തുകൊണ്ട് വി എന്നുള്ളത് ദേ ആയി മാറി, എന്തുകൊണ്ട് ആർ എന്നുള്ളത് തേറായി മാറി. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിൽ ഈസ് ആമ് ആറ് വരികയാണെങ്കിൽ അത് എന്താണ് വാസോ വേറോ ആയി മാറുന്നു. റിപ്പോർട്ടർ സ്പീച്ചിൽ ഈസ് ആമ് ആറ് വരികയാണെങ്കിൽ അത് വാസോ വേർ. ഇൻ റിപ്പോർട്ടർ സ്പീച്ച് ഈസാമാർ ബിക്കംസ് വാസോർ വേർ. ഈസാമാർ ബിക്കംസ് വാസോർ വേർ. അടുത്ത മൂന്നാമത്തെ കാര്യം കഴിഞ്ഞു. നാലാമത്തെ കാര്യത്തിലേക്ക് മൂന്നലി വിളിച്ചത്, അതെ മൂന്നാമത്തെ കാര്യം കഴിഞ്ഞു. എന്ത് ചെയ്യുന്നു? അടുത്ത നാലാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. റൂൾ നമ്പർ 4. റൂൾ നമ്പർ 4ലേക്ക് വരികയാണ്. വളരെ എളുപ്പമാണ്. റൂൾ നമ്പർ 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാസ് വരികയോ അതുപോലെ തന്നെ ഹാവ് വരികയോ ചെയ്താൽ അതിനെ ഹാഡ് ആക്കുക എന്നുള്ളതാണ്. ഹാസ് വരികയോ ഹാവ് വരികയോ ചെയ്താൽ അതിനെ ഹാഡ് ആക്കുക. ഹാസ് സിംഗുലർ ആണ്, ഹാവ് പ്ലൂറൽ ആണ്. ഹാസ് ഏതാ? ഹാസ് സിംഗുലർ ആണ്. അപ്പോ ഹാവ് എന്താ? ഹാവ് പ്ലൂറലാണ്. ഹാവ് പ്ലൂറലാണ്. ഹാഡ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലൂറലായും സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അത് എന്ത് ചെയ്യുന്നു? പ്ലൂറലായി ഉപയോഗിക്കുന്നു. അപ്പോൾ ഹാസ് റിപ്പോർട്ടർ സ്പീച്ചിൽ ഹാസ് വരികയോ ഹാവ് വരികയോ ചെയ്താൽ അത് ഹാഡായി മാറുന്നു. ഇൻ റിപ്പോർട്ടർ സ്പീച്ച് has or have becomes had. That means present perfect tense becomes past perfect tense. In reported speech, present perfect tense is changed into past perfect tense. Past perfect, present perfect past perfect ആയി മാറുന്നു എന്നുള്ളതാണ്. ഇതിന് ഉദാഹരണം നമ്മൾ പറയുകയാണ്. ഇതിന് ഉദാഹരണത്തിലേക്ക് വരികയാണ്. ഉദാഹരണം നോക്കിയേ, ഒരു ഉദാഹരണം പറയുകയാണ്. ഗീത said it to Raju, quotation, I have a pen. I have a pen. എനിക്കൊരു പേനയുണ്ടെന്ന് ഗീത രാജുവിനോട് പറഞ്ഞു. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മിക്കുക. ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്താണ് പ്രസന്റ് ടെൻസ് ആയിരിക്കുകയോ അതോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കുകയോ ചെയ്താൽ ഇവിടെ ഐക്ക് മാത്രമേ, സബ്ജക്റ്റിന് മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ, വേറൊന്നിലും മാറ്റം സംഭവിക്കുന്നില്ല. നമ്മൾ നോക്കിയേ, ഗീത ഞാൻ ഇവിടെ എഴുതുകയാണ്. ഗീത എഴുതി. സെഡ് ടു നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് ടോൾഡ് എഴുതി. രാജുവിനെ എന്ത് ചെയ്യുന്നു? താഴേക്ക് മാറ്റി എഴുതി. കൊട്ടേഷൻ മാറ്റുമ്പോഴേക്കും വേറൊരു പദം വരുമല്ലോ, ഡാറ്റ എന്ന് പറഞ്ഞ കൺജങ്ഷൻ എഴുതി. ഈ ഐ എന്തായിരിക്കും മാറുക? ഇവിടെ ഐ വരുമ്പോഴേക്കും നമ്മൾ നോക്കേണ്ടത് സംസാരിക്കുന്ന ആളിനെയാണ്. ഗീത ഒരു ഫെമിനിയൻ ജെൻഡറാണ്, അതായത് ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഐ എന്നുള്ളത് ചെറിയ അക്ഷരമാണ്. ഷീ എന്താണ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടില്ല, എന്താണ് സ്മാൾ ലെറ്റർ ഷീ എഴുതി. നോക്കിയേ, ഹാവ് വന്നത് കൊണ്ട് ഹാസോ ഹാവോ വന്നാൽ അതിനെ ഹേഡാക്കി മാറ്റുന്നു. ഹാസോ ഹാവോ വന്നാൽ അതിനെ നമുക്ക് ഹേഡാക്കണം. അതുകൊണ്ട് ഈ ഹാവ് എന്നുള്ളത് എന്തായി മാറി? ഹേഡായി മാറി. ഹാഡ് പെന്നായി മാറുന്നു. ഹാഡ് പെന്നായി മാറുന്നു എന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇൻ റിപ്പോർട്ടർ സ്പീച്ച് ഹാസ് ഓർ ഹാവ് ബിക്കംസ് ഹാഡ്. ഹാസ് ഓർ ഹാവ് ബിക്കംസ് ഹാഡ്. അപ്പോൾ അടുത്ത ഒരു ഉദാഹരണം കൂടി ഞാൻ പറയുകയാണ്. ഇതിൽ ഒരു ഉദാഹരണം കൂടി പറയുകയാണ്. എന്താണ് ഒരു ഉദാഹരണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഷീ
said it to him, comma, I have been writing. ഒരു ചെറിയ സെന്റൻസ്, I have been writing. She said to him, അവൾ അവനോട് പറഞ്ഞു, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? I have been writing, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഷീക്ക് മാറ്റമില്ല. said to എന്നുള്ളത് ടോൾഡായി മാറ്റി. ഹിം എന്ത് ചെയ്യുന്നു? താഴേക്ക് ഇറക്കി വെച്ചു. ഈ കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ദാറ്റ് ഉപയോഗിച്ചു. ഈ ഐ എന്തായി മാറുന്നു? ഈ ഐ സംസാരിക്കുന്ന ആള് ഷീയാണ്, ഫെമിനിയൻ ജെൻഡർ ആണ്. അപ്പോൾ ഫെമിനിയൻ ജെൻഡർ ആയതുകൊണ്ട് ഈ ഐ എന്നുള്ളത് എന്തായി മാറുന്നു? ഷീ ആയി മാറുന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് സബ്ജക്റ്റിനോട് ശേഷം വരുന്ന പാദത്തിന്, ഈ സബ്ജക്റ്റിനോട് ശേഷം വരുന്ന വാക്കിന് മാറ്റം സംഭവിക്കുന്നു. ഹാവ് ആണ് വന്നിട്ടുള്ളത്. ഹാവ് വരികയോ ഹാസ് വരികയോ ചെയ്താൽ എന്താക്കണം? ഹാഡ് ആക്കണം. അതനുസരിച്ച് ഈ ഹാവ് എന്നുള്ളത് ഹാഡായി മാറുന്നു. അടുത്തെന്ത് എഴുതുന്നു? ബീൻ എഴുതുന്നു. ബാക്കി എന്ത് ചെയ്യുന്നു? അതുപോലെ എഴുതുന്നു. ഉത്തരം കംപ്ലീറ്റ് ആയി. നോക്കുക. ഷീ ടോൾഡ് ഹിം ദാറ്റ് ഷീ ഹാഡ് ബീൻ റൈറ്റിംഗ് എന്ന് ഉത്തരമായി മാറുന്നതാണ്. അപ്പോൾ റൂൾ നമ്പർ 4 ആണ് പറഞ്ഞത്. അടുത്ത റൂൾ നമ്പർ 5ലേക്ക് നമ്മൾ വരികയാണ്. റൂൾ നമ്പർ 5ലേക്ക് നമ്മൾ വരികയാണ്. റൂൾ നമ്പർ 5 ശ്രദ്ധിക്കുക. റൂൾ നമ്പർ 5 ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു നിയമമാണ്. റൂൾ നമ്പർ 5 എന്ന് പറയുമ്പോൾ ഡിഡ് ഫോം ഓഫ് ദി വെർബ് ബിക്കംസ് ഹാഡ് പ്ലസ് V3 ആയി മാറും. ഇത് തിരിച്ചു വരും. ഡിഡ് ഫോം ഓഫ് ദി വെർബ് ബിക്കംസ് ഹാഡ് പ്ലസ് V3. ഡിഡ് ഫോം ഓഫ് ദി വെർബ് വന്നു കഴിഞ്ഞാൽ അത് V3 ആയി മാറുന്നു. ഹാഡ് എഴുതിയ ശേഷം ഈ കിടക്കുന്ന ക്രിയയുടെ V3. ഉദാഹരണമായി നോക്കിയേ. ഒരു ഉദാഹരണം എന്താണ്? ഐ കിൽഡ് എ ഡോഗ് എന്ന് കൊട്ടേഷനിൽ വന്നു എന്ന് കരുതുക. ഐ കിൽഡ് എ ഡോഗ്. അപ്പോൾ ഈ സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന കിൽഡ് ഈഡി വന്നിരിക്കുന്നത് കൊണ്ട് ഏത് രൂപമാണ്? ഡിഡ് രൂപമാണ്. അപ്പോൾ ഐക്ക് ശേഷം വന്നിരിക്കുന്ന കിൽഡ് ഈഡിയിൽ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് അത് പാസ്റ്റ് ടെൻസ് ആണ്, ഡിഡ് രൂപമാണ്. ഡിഡ് രൂപം വന്നാൽ എന്തായി മാറും? ഹാഡ് കഴിഞ്ഞിട്ട് ക്രീഡ മൂന്നാമത്തെ രൂപം. ഈ ഐ എന്നുള്ളത് ഒന്നുകിൽ ഷീ ആയി മാറും, അല്ലെങ്കിൽ കീ ആയി മാറുന്നു. അടുത്തെന്താ എഴുതേണ്ടത്? ഡിഡ് രൂപമായതുകൊണ്ട് കിൽഡ് ഈഡിയിൽ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് ഡിഡ് രൂപമാണ്, അല്ലെങ്കിൽ V2 രൂപമാണ്. അതുകൊണ്ട് ഡിഡ് രൂപമാണ്. ഡിഡ് രൂപം വന്നാൽ ആദ്യം നമ്മൾ എഴുതുന്നത് ഹാഡാണ്. ഹാഡ് എഴുതിയിട്ട് ക്രീഡ മൂന്നാമത്തെ രൂപം. കിൽഡിന്റെ മൂന്നാമത്തെ രൂപം ഏത് തന്നെയാണ്? കിൽഡ് തന്നെയാണ്. കിൽഡ് എ ഡോഗ്. കിൽഡ് എ ഡോഗ്. അപ്പോൾ ഹാഡ് കിൽഡ്, ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ഹാഡ് കിൽഡ് എ ഡോഗ് എന്നായി മാറുന്നു എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു. ശരിയായ ഉദാഹരണം ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുകയാണ്. എന്താ നോക്കിയേ. ഷീ said to her, she said to me, അല്ലെങ്കിൽ him. She said to him, I wanted a book. I wanted a book. നോക്കിയേ, അവൾ നോക്കുന്ന ഷീ സെഡ് ടു ഹിം, അവളോട് പറഞ്ഞു എനിക്കൊരു ബുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. ഷീക്ക് യാതൊരു കാര്യം ഇല്ല. സെഡിൽ നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് ടോൾഡായി മാറി. ഹിമ്മിന് എന്ത് ചെയ്യുന്നു? താഴെ ഇറക്കി. ഇനി എന്ത് ചെയ്യുന്നു? ഈ കൊട്ടേഷൻ മാറ്റണമല്ലോ. കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഡാറ്റ എഴുതി. കൊട്ടേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഡാറ്റ എഴുതി. ഈ ഐ എന്ന് നോക്കി. ഐ മാറും. സംസാരിക്കുന്ന ആള് ഷീ അല്ലേ, പെൺകുട്ടിയല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഐ എന്തായി? ഷീ ആയി മാറി. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടാണ് ഈ സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഈ വാക്കിന് മാറ്റം വരണം. സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഈ പദത്തിന് മാറ്റം വരണം. ഈഡിയിൽ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഡിഡ് രൂപമാണ് അല്ലേ? ഈഡിയിൽ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ് രൂപം. V2 രൂപം എന്ന് പറയുന്നത് ഈഡിയിൽ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഡിഡ് രൂപമാണ്. ഡിഡ് രൂപമാണ് വരുന്നതെങ്കിൽ ഹാഡ് എഴുതിയതിനു ശേഷം
തന്നിരിക്കുന്ന ക്രിയയുടെ പാസ്റ്റ് അല്ല മൂന്നാമത്തെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. അപ്പോൾ ഇ വന്നത് കൊണ്ട് ഹാഡ് എഴുതി. മൂന്നാമത്തെ ഒരു ഏത് തന്നെയാണ് വാണ്ടഡ്. എന്താണ് ഈ ബുക്ക്. അപ്പോൾ എന്തായിരുന്നു ഷീ ടോൾഡ് ഹിം ദാറ്റ് ഷീ ഹാഡ് വാണ്ടഡ് എ ബുക്ക്. എന്താണ് ഹേഡ് വാണ്ടഡ് എ ബുക്ക്. ഇതാണ് വാണ്ടഡ് എന്നുള്ളത് ഹാഡ് വാണ്ടഡ് ആയി മാറി. നമ്മൾ ഒരു ഉദാഹരണം കൂടി ഇവിടെ നോക്കാൻ പോവുകയാണ്. ഇതാ നോക്കി, ഹി മാറ്റമില്ല. സെഡ് ടു എന്നുള്ളത് ടോൾഡായി മാറുന്നു. ഹെർ യാതൊരു മാറ്റില്ല, താഴെ ഇറക്കി. എന്താണ് കൊട്ടേഷൻ മാറ്റുന്നതിലേക്ക് വേണ്ടി നമ്മൾ ദാറ്റ് ഉപയോഗിച്ചു. നമുക്കറിയാലോ ഐ വന്നാൽ ഹിയോ ഷിയോ ആയി മാറുന്നു. സംസാരിക്കുന്ന ആൾ ഹി ആയതുകൊണ്ട് ഐ എന്നുള്ളത് ഹി ആയി മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു സബ്ജക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന വാക്കിനാണ് മാറ്റം വരിക. ഗോയുടെ പാസൻസ് ആണ് വെന്റ്. വെന്റ് എന്ന് പറയുന്നത് ഡിഡ് രൂപമാണ്. ഡിഡ് രൂപമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഹാഡ് എഴുതി. ഹാഡ് എഴുതിയതിന് ശേഷം ഈ കിടക്കുന്ന വാക്കിൻ്റെ ഈ കിടക്കുന്ന ക്രിയയുടെ മൂന്നാമത്തെ രൂപമാണ് എഴുതേണ്ടത്. വെന്റിൻ്റെ മൂന്നാമത്തെ രൂപം ഗോണാണ്. അതായത് ഗോ വെന്റ് ഗോണം എന്നാണ്. ബാക്കി ആ വാക്യത്തിലെ ബാക്കിയുള്ള ഭാഗം എഴുതുന്നു. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, ആ സെൻറ്റൻസ് വെന്റ് വന്നത് ഹാഡ് ഗോണായി മാറി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രധാനമായും നിയമങ്ങൾ എന്താണ്, 4-5 നിയമങ്ങൾ പഠിച്ചു. അത് സമ്മറൈസ് ചെയ്യുകയാണ്. ഐ വന്നാൽ അത് ഹിയോ ഷിയോ ആയി മാറുന്നു. വി വന്നാൽ ദേ ആയി മാറുന്നു. സെഡ് ടു വന്നാൽ അത് ദേ ടോൾഡായി മാറുന്നു. അതുപോലെ തന്നെ ഡു രൂപം വരികയോ ഡസ് രൂപം വരികയോ ചെയ്താൽ ഡിഡ് രൂപമായി മാറുന്നു. ഈസ് വരികയോ ആമു വരികയോ ആറ് വരികയോ ചെയ്താൽ അത് വാസോ വേറോ ആയി മാറുന്നു. വാസ് അല്ലെങ്കിൽ വേറായി മാറുന്നു. ഹാസ് വരികയോ ഹാവ് വരികയോ ചെയ്താൽ അത് ഹാഡായി മാറുന്നു. ഡിഡ് രൂപം വന്നാൽ ഹാഡ് പ്ലസ് മിത്രിയായി മാറുന്നു. ഇത്രയും നിയമങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.